ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ. ഇന്ന് രാവിലെ തന്നെ വെറുതെ ഇരുന്നപ്പോൾ വിചാരിച്ച് ഇന്നെന്തേലും ഒന്ന് ഫുഡെല്ലാം ആക്കി നോക്കാമെന്ന്. അപ്പോഴാണ് നമ്മളെ അടുക്കള ഭാഗത്ത് ഇന്നലെ നല്ല മഴയുണ്ടായിനി. അപ്പോൾ അതിൽ മുരിങ്ങൻ്റെ കൊമ്പെല്ലാം പൊട്ടി വീണിട്ട് കണ്ട്. എന്നാൽ പിന്നെ അതിനെക്കൂട് മുരിങ്ങച്ചപ്പും ചക്കക്കുരുവെല്ലാം ഇട്ടിട്ട് ഒരു കറി വെക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ കമ്പിന്ന് മുരിങ്ങൻ്റെ ചപ്പെല്ലാം പൊരിച്ചെടുക്കലാന്ന്. ഇനി അതിൻ്റെ തണ്ടിൽ നിന്ന് നമുക്ക് ചപ്പലൊന്നും മാറ്റിയെടുക്കാം. ഞാനിവിടെ ചപ്പലും എല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി അതിലേക്ക് 5 പച്ചമുളകും പിന്നെ കുറച്ച് ചക്കക്കുരു തൊലിയെല്ലാം കളഞ്ഞിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ചക്കക്കുരും പച്ചമുളകും പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നമുക്ക് കുക്കറിൽ നന്നായിട്ടൊന്ന് വേവിക്കാം. ഇത് ഒന്ന് വേവുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് തേങ്ങ അരച്ചൊഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് റെഡിയാക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം ഉള്ളി, ജീരകം പിന്നെ കുറച്ച് വെളുത്തുള്ളി, അത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഫൈൻ രൂപത്തിൽ ഒന്ന് മിക്സിയിൽ ചതച്ചെടുക്കുക. അങ്ങനെ ഒരു 3 വിസിലിന് ശേഷം നമ്മളെ ചക്കക്കുരുവിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുരിങ്ങൻ്റെ ചപ്പ് ഇട്ട് കൊടുക്കുക. ഇത് ഒരുപാടൊന്നും വേവേണ്ട ആവശ്യമൊന്നുമില്ല. 1 മിനിറ്റ് വരെ എല്ലാം ഇതിട്ടാൽ തന്നെ നന്നായിട്ട് ഫൈൻ കുക്കായിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ അടിച്ചത് ഒഴിച്ച് കൊടുക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു 1 മിനിറ്റ് വരെ എല്ലാം തിളപ്പിച്ചാൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള പിന്നെ വെളിച്ചെണ്ണ എല്ലാം കാച്ചിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് കാച്ചാൻ വേണ്ടിയിട്ട് പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി ചൂടായതിന് ശേഷം കടുകിട്ടൊന്ന് പൊട്ടിക്കുക. ഇനി ഇതിലേക്ക് കഷ്ണം ഉള്ളിയും പിന്നെ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് പിന്നെ ഒരു ചുവപ്പ് നമ്മൾ പൊടിക്കലും ചെയ്യുന്ന മുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉള്ളി ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളെ കറിയെല്ലാം ഒന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി നമുക്ക് എന്തെങ്കിലും ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പെരുന്നാളെല്ലാം കഴിഞ്ഞുകൊണ്ട് തന്നെ കുറേ ദിവസമായിട്ട് ബീഫും ചിക്കനൊക്കെ തന്നെ കഴിച്ചിട്ട് മടുത്ത്, അതുകൊണ്ടാണ് പിന്നെ ഇതന്നെ വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണമെല്ലാം കഴിച്ച് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിരിക്കുമ്പോണ്ട് ഹസ്ബൻഡ് ജാമ്പൊക്കെ കൊണ്ടുവരുന്നു. അപ്പം പിന്നെ അതിൽ 1-2 കഴിച്ച് പിന്നെ ഇതൊന്ന് ജ്യൂസ് അടിച്ച് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതെങ്ങനെ അടിക്കലെന്ന് വെച്ചാൽ കുറച്ച് തണുത്ത വെള്ളത്തിൽ ഐസും കട്ടി ഇട്ട് പിന്നെ പഞ്ചസാര ഇട്ടിട്ടാണ് ഇത് അടിച്ചത്. പക്ഷേ എന്തോ ആയിരിക്കും തീരെ ഇഷ്ടമായിട്ടില്ല. അപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇത് ഉപ്പിലിടാമെന്ന് വിചാരിച്ച് കുപ്പിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനി മുറിക്കൊന്നും ചെയ്യാണ്ട് തന്നെ മുഴുവനായിട്ട് ആ കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാ ചാമ്പക്കയും കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുക. ഇത് ഉപ്പിട്ട് കാണുമ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് തിന്നുകൊണ്ടിരിക്കാൻ വേണ്ടി തോന്നും. പിന്നെ കഷ്ണം 2-3 ഇരുന്ന് കഴിക്കുകയെല്ലാം ചെയ്ത് ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കുപ്പി സുർക്ക ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പകുതി വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. അങ്ങനെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ചെറുങ്ങനെ ഒന്ന് കുലുക്കി വെക്കാം. എന്നിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് തിന്നാൽ ഇത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഈ പണിയെല്ലാം അങ്ങ് തീർന്ന് ഇവിടെ ഇപ്പം നല്ല കാറ്റുണ്ട്. നല്ല മഴയെല്ലാം പെയ്യാൻ വേണ്ടി പോകുന്ന പോലെയുണ്ട്. നല്ല കാറ്റായതുകൊണ്ട് പിന്നെ ജനലിൽ പൂട്ടാൻ വേണ്ടി നിന്ന് നല്ല മഴയിൽ പെയ്യാൻ വേണ്ടി നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. മഴക്കാറുണ്ട്. അങ്ങനെ ഇന്നത്തെ ഹാഫ് ഡേ വ്ളോഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായം ഒന്ന് കമൻറ്റിലൊന്ന് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.